നേരെന്താ പളുപളോ വെളുത്തു കേട്ടോ. ഞാൻ ഈ സൂര്യോദയം കാണാനായിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം, സൂര്യനെ കാണണം എന്നുള്ളത്. ഈസ്റ്റ് ഇതാണ് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ബാർബിക്യൂ പാർട്ടിയൊക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പം അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ലൈറ്റുകൾ ഓരോ സ്ഥലത്തൊക്കെ വെട്ടി തുടങ്ങി. ഓരോ വീടുകളിൽ ഉറക്കണിച്ച് തുടങ്ങി ഓരോരുത്തർ. ഇതിപ്പം എൻ്റെ വീട്. തണുക്കുന്നു. ഇനി അധിക നേരം പുറത്ത് നിൽക്കാൻ പറ്റില്ല. എത്രയും വേഗം അടച്ചിട്ട് ഉള്ളിൽ കയറണം. സോ ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ എൻ്റെ വർക്ക് റെഡിയാവും. കാലിന് നല്ല ചൂട് കിട്ടട്ടെ. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ട്യൂസ്ഡേ എല്ലാവർക്കും. ഇന്നത്തെ ദിവസം ഇന്നെന്തൊക്കെ ചെയ്യും? എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനിങ്ങ് വരും കേട്ടോ. ഞാൻ ലൈക്ക് യുനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എവിടെ വരെ സക്സസ് ആവുമെന്നൊക്കെ അറിയത്തില്ല. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. എനിക്ക് എൻ്റെ ഇത് തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ കുറച്ച് സംസാരിക്കണമെങ്കിൽ കിതയ്ക്കും കേട്ടോ. ലൈക്ക് യുനോ ആയാസം വരും. അപ്പം ലിമിറ്റഡ് ടോക്സ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കുറച്ചായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് പിന്നെയും എടുത്ത് പിന്നെയും കട്ട് ചെയ്ത് അങ്ങനെ പോകും. എനിക്കൊരു മയക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തവിടെ വെച്ചിരിക്കുക. ഇതിൽ ഇത് പൂജ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. യൂസ് ചെയ്യണം ഇനി തൊട്ട്. അപ്പം വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കുത്തി ഇതിലും കുത്തി പെയർ ചെയ്തിട്ട് വരാം. അപ്പോൾ വർക്ക് തുടങ്ങാൻ പോവാണ്. ഇനി വൈകിട്ട് 3 മണിക്കായിരിക്കും എൻ്റെ ഷോ തുടങ്ങുന്നത്, നിങ്ങൾക്ക് കാണാനുള്ളത്. ഞാൻ വന്നു തിരിച്ചു, വൈകിട്ടായി. അപ്പം ഞാൻ ചെക്ക് ചെയ്യുവാണ് ഇതെങ്ങനെ കുത്തണം എന്നുള്ളത്. ഇത് ഈ പിക്ചറൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ്. വിഷ്വൽസ് ഇപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം എത്ര പൊടി കുഞ്ഞു അക്ഷരങ്ങൾ എഴുതുന്നറിയാവോ? ലെൻസ് വെച്ച് നോക്കണം. ഈ ലെൻസ് അല്ല, ഇതിൻ്റെ മേളിൽ ഒരു വലിയ മറ്റേ ലൈക്ക് സൂമിങ് ലെൻസില്ലേ, എന്താ പറയുന്നത്, എന്താണോ അത് കണ്ണൊന്നും കാണില്ല. അപ്പം പെയർ ചെയ്ത് നോക്കിയിട്ട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. So I just have to make sure how to plug it, how to pin it. എവിടെയാണ് ഇതിൻ്റെ ബട്ടൺസ്? ഇതാണോ എന്തോ. ഈ ലൈറ്റ് കത്തി, പച്ച ലൈറ്റ്. സോ ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നത് കേൾക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കണം. Yeah. Hello, checking, mic testing. I'm not sure. എനിക്ക് ഈ റെക്കോർഡ് റീപ്ലേ ചെയ്ത് കേട്ടാലേ അറിയുള്ളൂ ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് എനിക്ക് അതൊന്നും കാണുന്നില്ല. എക്സ്പെക്ട് ചെയ്യുന്നു ലൈക്ക് സംതിങ് ഈസ് വർക്കിംഗ് എന്നുള്ള രീതിയിൽ. ബിക്കോസ് ഐ ഡു സീ ലൈക്ക് വൺ ഗ്രീൻ ലൈറ്റ് ഹിയർ. മറ്റൊന്നകത്ത് ലൈറ്റ് ഇല്ല. ഒരു അഡീഷണൽ ഇതും കൂടി ഉണ്ട്. ഇതൊക്കെ കിട്ടിയിട്ട് എന്താ ഗുണം? വല്ലതും മറിക്കാൻ പോകുന്നോ? ഇല്ല. സ്റ്റിൽ ലൈക്ക് എൻ്റെ ഇത് ആ കിച്ചണിൽ ഇരിക്കുമ്പോഴത്തേക്കില്ലോ എക്സ്ട്രാ നോയ്സ് ഒക്കെ വരുന്നുണ്ട്. അതാ നോയ്സ് കാരണം എൻ്റെ ശബ്ദം തീരെ ഭയങ്കര സൗണ്ട് അല്ല, ബാസ് എഫക്റ്റ് ഉള്ളതൊന്നുമല്ല. ഭയങ്കര ഒരു ഇതാണ്, അത് ക്യാപ്ചർ ചെയ്യത്തില്ല. ഇതൊക്കെയാണ്. അപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇനിയിപ്പം കിച്ചണിൽ പോകണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് മുമ്പ് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചതാ. സോ വർക്ക് ഡെസ്ക് കഴിഞ്ഞു എൻ്റെ വർക്ക് ഇവിടുത്തത്. നൗ ഐ ബി ചെക്കിംഗ് ദിസ് വൺ. മൈക്ക് റെക്കോർഡ് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളതൊക്കെ. കിട്ടുവാണെങ്കിൽ ഐ ബി കണ്ടിന്യൂയിങ്, അല്ലെങ്കിൽ ഊരിയെല്ലാം എടുത്ത് അവിടെ ഇട്ടിട്ട് ഐ ബി കമ്മിങ് ബാക്ക്. സാധാരണ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഹലോ, ഞാൻ വന്നു അടുക്കളയിലോട്ട്.
ഇനി നമ്മുടെ കുക്കിംഗ് പരിപാടി തുടങ്ങണം. പിന്നെ വിത്ത് മൈ യൂഷ്വൽ ബ്ലാ ബ്ലാ ബ്ലാ. കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് പറയാം. ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് വലിയതായിട്ടല്ല പറയുന്നത്. അത് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എവിടെ യൂസ് ചെയ്യാം, എവിടെ യൂസ് ചെയ്യാൻ പാടില്ല, ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞിട്ട്. റീസൺ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്ത് ഞങ്ങളോട് ചില ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ. ബുദ്ധി ഇത്രേ ഉള്ളൂ എങ്കിലും അപ്ലൈ യുവർ ബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് ഗോ ബിഹൈൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്. ഡ്രാഫ്റ്റിങ്ങിനും അതിനൊക്കെ നല്ല ഇതാണ് എടുക്കുന്നതൊക്കെ. ബട്ട് സ്റ്റിൽ യുനോ നിങ്ങളുടെ ബുദ്ധി എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഡെസിഷൻ എടുക്കേണ്ട സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് എന്ത് ബുദ്ധി ഉണ്ടോ ആ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് ഡെസിഷൻ എടുത്താൽ മതി. അത് കൂടുതൽ ഡോണ്ട് ഇംപ്ലിമെൻറ്റ് ഓൾ ദോസ് തിങ്സ് എന്നുള്ളത്. അപ്പം ഞാൻ ഇത് നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ. ഭയങ്കര ഡെസ്പായിട്ടിരിക്കുമ്പോൾ, ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ലൈക്ക് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ വിൽ ബി ടേക്കിംഗ് അന്നേരം തോന്നുന്ന മനസ്സിൽ തോന്നുന്നതൊക്കെ ഓക്കെ ഞാൻ ഇനി ഇത് ചെയ്ത് തകർക്കും എന്നുള്ള രീതിയിൽ. എന്താ ഔട്ട്കം? പൊട്ടയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഔട്ട്കമ്മിനൊന്നും വിട്ടുകൊടുക്കാതെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കറക്റ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഡെസിഷൻ മേക്കിംഗ്. ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ ചെയ്ത പൊട്ടക്കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ തെറ്റാണെന്നുള്ളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ വിളമ്പുന്നത്. അപ്പം അനുഭവം ഉള്ളത് കൊണ്ട് ഫോളോ ചെയ്യുക ദയവേത്. ഏതെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഡെസിഷൻ എടുക്കുന്നതെങ്കിൽ ഡോണ്ട് ഗോ വിത്ത് ദോസ് തിങ്സ്. അന്നേരം നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പലതും വേറെ ആയിരിക്കും. അതിൻ്റെ എല്ലാം കൂടി കൊളാക്കത്തക്ക രീതിയിലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ കറികളിലേക്ക് വരാം. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചോറ് വെച്ച് കഴിഞ്ഞു, കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് എൻ്റെ അമ്മായിയമ്മ ജയ്തിൻ്റെ അമ്മ പണ്ട് ട്രിവാൻഡ്രത്ത് ഒരു ഇതുണ്ടാക്കി തരുമായിരുന്നു. ലൈക്ക് ചെമ്മീൻ, മുരിങ്ങക്കോല്, ലൈക്ക് തക്കാളി പച്ചമുളകും വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട്, പച്ചത്തേങ്ങ അരച്ചിട്ട് ഒരു ഷീൽ ബി ഡൂയിങ് ലൈക്ക് ആ ഒരു നാടൻ സ്റ്റൈലിൽ. അത് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ രീതിയിൽ കൊഞ്ചുണ്ടാക്കുന്നില്ല. കുഞ്ഞു ചെമ്മീൻ, ഇറ്റ്സ് നോട്ട് ലൈക്ക് തീരെ ചെറുതുമല്ല, എങ്കിൽ ഒരു തരം ഇടത്തരം ഒരു കൊഞ്ച്. നാക്ക് ശരിയാകുന്നില്ല. ഷ്രിംപ്. ഓക്കെ, ഷ്രിംപാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഷ്രിംപ് കറി. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഐ ഗോട്ട് സം ഡ്രം സ്റ്റിക്സ്, ഒരു ഫ്രോസൺ ഇതുണ്ടായിരുന്നു കയ്യിൽ. അതിൽ കുറച്ച് ഒരു പിടി മുരിങ്ങക്കോല് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത്. ഫ്രോസൺ തേങ്ങാപ്പീര അത് ഇതാക്കണം, ആദ്യം ഡീഫ്രോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അരയ്ക്കാൻ പറ്റില്ല. സോ അതിന് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഐം ഗോയിങ് ടു കീപ്പ് ഇറ്റ് ഇതിൽ തന്നെ വെച്ചിട്ടങ്ങ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മിക്സിയിലേക്ക് ഇടാം. സോ ഒരു 30 സെക്കൻഡ്സിലേക്ക് 30-45 സെക്കൻഡ്സ് കൊണ്ട് ഡീഫ്രോസ്റ്റ് ചെയ്ത് കിട്ടും മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ. ഞാൻ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. ഒരേ ഒരു പ്രതീക്ഷ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ നേരത്തെ റെക്കോർഡിങ് കേട്ടു നോക്കി കേട്ടോ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മീനിങ് ദാറ്റ് നിങ്ങൾക്കും അതെത്തും. അതേ പ്രതീക്ഷയിൽ ഇപ്പോഴും ഞാൻ അത് സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്യുന്നത്, ഇവിടെ എടുക്കാൻ വന്നതും. അപ്പം ആ ഒരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പം ആസ് യൂഷ്വൽ മീൻ ചട്ടിയിലാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡീഫ്രോസ്റ്റ് ആയി. ഒരു 10-18 സെക്കൻഡ് കൊണ്ട് സീ എന്ത് സോഫ്റ്റായിട്ട് കിട്ടി. ഇത് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കും. ഒരു ചെറിയ ഒരു പിടി മീൻസ് ചെയ്യണം, ലൈക്ക് 3 ആൾക്ക് തികയുന്ന രീതിയിൽ. വീട്ടിൽ ആൾക്കാർ കൂടുന്നതനുസരിച്ചിട്ട് ഒരു പകുതി എടുത്തിട്ട് ചെയ്തോ. എനിക്കിവിടെ പകുതി എന്ന് വെച്ചാൽ ഭയങ്കര ഇതാ. വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളായി തേങ്ങ എന്നൊക്കെ. അത് കഴിയുന്നതും ഈ തേങ്ങാക്കൊത്തൊന്നും ഇല്ലാത്ത സാധനങ്ങളും ഉണ്ടാക്കുന്നത്. കുറച്ച് ഉള്ളി, വലിയ സവാള എൻ്റെ അടുത്തുള്ളത്. കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു 3-4 അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു 1/2 കിലോ കൊഞ്ചിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അതിലിപ്പം ഇത്ര എടുക്കുന്നുള്ളൂ, കൂടുതൽ എടുക്കണ്ട. ബാക്കി കുറച്ച് ഉള്ളി വഴറ്റാനായിട്ട് വേണം.
പിന്നെ വെളുത്തുള്ളി 1-2 ഫ്ലേക്സ് അരയ്ക്കാനായിട്ട് കൂടെ ഇടുക. ഇതിലേക്ക് മുളക് പൊടി ഒക്കെ ഇനി പൊടികൾ എടുക്കണമല്ലോ ഞാൻ. മുളക്, മഞ്ഞൾ എടുത്ത് വെച്ചിട്ട് കാണിക്കാം. പിന്നെന്താ, ഉലുവാപ്പൊടി, ഉപ്പ്, പുളിപ്പ്, പുളി, നോ മല്ലി, ഡോണ്ട്. മല്ലി ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ചീത്തയായി പോകും, അതുകൊണ്ട് ഇടണ്ട. സോ കുറച്ച് ആവശ്യത്തിനുള്ള പുളിപ്പ്, ഒന്നെങ്കിൽ അത് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം ഇട്ടിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് സോ ഈ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത്രയും വേണ്ടി വരും. പുളി അതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഇച്ചിരി സോക്കാവട്ടെ എന്നിട്ട് ഇടാം. ഓക്കെ, ഇൻ ദ മീൻ ടൈം എന്തൊക്കെയാണ് വേണ്ടത്? ചട്ടി വെച്ച സ്ഥിതിക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. ഈ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോൽ ആദ്യമേ ഇടുവാണ്. ദ റീസൺ ബിക്കോസ് ഇത് ഇച്ചിരി വേവണം. വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അവസാനം അതിനകത്തൊന്നും ഉപ്പ് പിടിക്കില്ല. അരി ഉണ്ടോ ഈ കഞ്ഞി, പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ദിസ്. അതങ്ങനെ മണ്ടയിൽ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അരയ്ക്കാനുള്ളത്. സോ ഇത് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ, സിട്രിക്, ലൈക്ക് ഓറഞ്ച്. അത് മൈൻഡ് ചെയ്യണ്ട, കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ. ദിസ് ഗോസ് ഡയറക്ട്ലി ഇതിനുള്ളിൽ. ഇത് ചെറുതായിട്ടൊന്ന് വരട്ടെ. ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക, കാരണം അതിലുള്ള ഉപ്പ് തികയത്തില്ല. മുളക് പൊടി കൈ കൊണ്ടെടുത്താൽ ശരിയാവില്ല കേട്ടോ. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ചിട്ട് ചുവന്ന മുളക് പൊടി. അപ്പം ഞാൻ ഇത് ഒരു ചുവന്ന മുളക് പൊടി 2 സ്പൂണും എടുക്കുന്നുണ്ട്. അത് കൂടാഞ്ഞിട്ട് പച്ചമുളക് ഇവിടെ വെച്ചിട്ടുണ്ട്, അതും കൂടി എടുക്കുന്നുണ്ട്. അത് ഈ പച്ചമുളക് ഞാൻ ഇതിലേക്കാണ് ഇടുന്നത്, അരയ്ക്കാനായിട്ട് എടുക്കുന്നില്ല. ഇനി ഉലുവ ഒരു നുള്ള്, ജസ്റ്റ് ഒരു നുള്ള് ഇത് ഇട്ട് കൊടുക്കുക. വാട്ട് ഇതിലുള്ള വെള്ളം, പുളിവെള്ളം ഇരിക്കണോ, സോഫ്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് അതങ്ങ് സോഫ്റ്റ് ആയിക്കോളും. അപ്പം അത് വാം വാട്ടർ, പൈപ്പിൽ നിന്ന് എടുക്കുന്നതിന് ചൂടുവെള്ളമാണ്. സോ ഇത് ഇത്രയും കൂടി ഒന്ന് എടുത്ത് അരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ളത് പേസ്റ്റ് ആവും. ഇവിടെ തിളച്ചു തുടങ്ങി. മിക്സിയിൽ ഇതൊന്ന് അരച്ചിട്ട് കൊണ്ടുതരാം. ഇതൊക്കെ വേവേണ്ട താമസം, തിന്നു തീർക്കാൻ 5 മിനിറ്റ് പോലും വേണ്ട. പൾസിലിട്ട് ഒന്ന് ഓട്ടിക്കുക, പിന്നെ 2 വട്ടം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കുക. ഈ വെള്ളത്തിൽ ഒഴിച്ചിട്ട്
ഓക്കെ, ദർ യു ഗോ. ഇനി ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് ചെയ്യണമായിരുന്നു. കാരണം ഈ പച്ചമുളകൊക്കെ ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കില്ല, ആ ഉപ്പുവെള്ളം, മുരിങ്ങാക്കോലൊക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നടുക്കൂടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട്, വലിയ ഭംഗിയൊന്നും വേണ്ട കേട്ടോ, സ്ലിറ്റ് ഒന്നും ചെയ്യാൻ അങ്ങനെ ഫാഷനബിൾ ആയിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പം നിന്ന് തീർക്കാനുള്ള പരിപാടിയാണ്. ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് ലൈക്കണോ സ്ലൈസ് ചെയ്ത് കൊടുക്കുന്ന രീതികളൊക്കെ മാറ്റാം. ഈ ലൈക്കണോ ഹോട്ടൽസിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ആപ്പിറ്റൈറ്റ് നമുക്ക് അത് കാണുമ്പോൾ തന്നെ അത് നമ്മുടെ എന്ത് പറയുന്നത്, ഇത് ഇൻക്രീസ് ചെയ്യണം ആപ്പിറ്റൈറ്റ്. ഇതിപ്പം വീട്ടിലുണ്ടാക്കുന്ന ഏതായാലും വിശന്നിരിക്കുവാണ്, കൂമ്പ് ഇരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്കും തിന്നോളും. ഏത് സൈസോ ഏത് ഷേപ്പോ ആണെങ്കിലും ഡസൻ മാറ്റർ. സോ തക്കാളി 4 ഒരു ലൈക്ക് കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്ന് ഇച്ചിരി വാടട്ട് ഇതിൽ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇത് ഇത്രയും ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആണ്. ലൈക്ക് കൈ കൊണ്ട് കാണിച്ചു പേസ്റ്റും ഒക്കെ കാണുന്നുണ്ടോ? സോ ഇപ്പം എൻ്റെ ഇത് തക്കാളി ഏതാണ്ട് പച്ചമുളകും മുരിങ്ങക്കോല് ഉപ്പ് പിടിച്ച് നന്നായിട്ട് ആയിട്ടുണ്ട്. അതിൽ ഞാൻ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ചുമ വരുന്ന കേട്ടോ, എനിക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ദർ ഗോസ് മൈ പേസ്റ്റ്, ഗ്രൗണ്ടഡ് പേസ്റ്റ് കോക്കനട്ടിൻ്റെ. ഇത് ഇച്ചിരി കഴുകിയിട്ട് ഇടണം. ഇതൊരു നാടൻ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ നാടനെന്ന് എടുത്തു പറയുന്നത് അമ്മ ഏജായി, അമ്മ ഇല്ല, അപ്പം മരിച്ചുപോയി. അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ അവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നപ്പോഴത്തേക്ക് എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത്, നാടൻ കറികളൊക്കെ ഉണ്ടാക്കി തരുമ്പോഴത്തേക്ക് ഫാൻസി ഐറ്റംസ് ഒന്നുമില്ല, ജസ്റ്റ് ഗോസ് വിത്ത് ലൈക്ക് ഇത് അമ്മയുടെ അമ്മായിയമ്മ പറഞ്ഞു കൊടുത്തതാണ്. അവിടുത്തെ അച്ഛൻ്റെ അമ്മ പണ്ടെങ്ങാണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അന്ന് ആ കാലത്തൊക്കെ കുറച്ച് മീനേ കിട്ടുള്ളൂ, കൊഞ്ചൊക്കെ. അത് കിട്ടുമ്പോൾ ലാവിഷായിട്ട് കരുതുന്നതേ. ഇത്രയും വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ എണ്ണം കൂടുതലായിരിക്കില്ലേ, അപ്പം അവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുരിങ്ങാക്കോലും പച്ചമാങ്ങയും പച്ചമുളകും ഉള്ളിയും കുറേ അതും ഇതും വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞിടും കൊഞ്ചുണ്ടാക്കുമ്പോഴത്തേക്ക്. ഇല്ലെങ്കിൽ കൊഞ്ചുതീയൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിൽ മീൻസ് അവർ പറയുന്നത് ഇങ്ങനെ കലക്കിയെടുത്ത് നോക്കണം അതിനകത്ത് ഒരു കൊഞ്ച് കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പം പച്ചത്തേങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് 1-2 തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പിനെടുത്ത് ഇങ്ങോട്ടിടാം. അതൊരു 5-7 മിനിറ്റ്സ് അത്രയും വെന്താൽ മതി കേട്ടോ. കൂടുതൽ വേവിക്കുകയാണെങ്കിൽ റബ്ബർ പോലായിപ്പോവും. ഡോണ്ട് എവർ കൂടുതൽ കൊഞ്ചിനും വേവിച്ച് റബ്ബർ ആക്കരുത്. ഉപ്പും പുളിപ്പും ഒക്കെ നോക്കുക. എനിക്ക് പുളി ആവശ്യത്തിനുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. 1-2 കുറച്ചും കൂടി, അതായത് 1-2 കല്ലും കൂടി ഇടാം. പിന്നെന്താ, നമ്മുടെ കറിവേപ്പില ഇത് അങ്ങോട്ട് ഇടുക. നാട്ടിൽ ലാവിഷുണ്ടെന്ന് അറിയാം, എനിക്കിവിടെ ഇല്ല. ഉള്ളത് കൊണ്ട് ഞാൻ ഓണം എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് ഓട്ടിക്കുവാണ്. എനിക്കുണ്ട് കുറച്ച് പച്ച എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റിൽ വേറെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് ഇതൊന്ന് ഫ്രീ മതി. കളർ കണ്ട ഒരു ലുക്ക് വന്നില്ലേ മീൻകറിയുടെ? ഇപ്പം എന്ത് ചെയ്തിട്ട് ഇത്രയും ലുക്ക് കിട്ടിയത്? ഒന്നുമില്ല, ആ പച്ചമുളകും മുളകും മഞ്ഞപ്പൊടി ഇതൊക്കെ വെച്ച് അരയ്ക്കുമ്പോൾ തന്നെ ഇതെല്ലാം ലുക്ക് കിട്ടും. പിന്നെ അതിനകത്ത് തക്കാളി ആ പച്ച കളറിന് വേണ്ടിയിട്ട് പച്ചമുളകും മുരിങ്ങാക്കോലും ഉണ്ട്. അപ്പം തിളച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇടാം. ഇനി എന്തായെന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് വെള്ളത്തോടു കൂടി അങ്ങോട്ട് തന്നെ ഇടുവാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയ വെള്ളമാണ്. സോ അതിൽ കിടന്ന് ഒന്നും കൂടി ശരിയാവട്ടെ. കുറച്ചൊന്ന് കുറുകണം. കുറുകുമ്പോഴത്തേക്ക് ഈ ലൂസ് കുറച്ചൊന്ന് ടൈറ്റനായി കിട്ടും.
ഗ്രേവി തിക്കൻ ചെയ്ത് കിട്ടും. സോ അടച്ചു വയ്ക്കുക. പിന്നെയും വെന്തിട്ട് പിന്നെ കയ്യിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. റെക്കമെൻഡഡ് വെളിച്ചെണ്ണ. അമ്മായിയമ്മ ഷീ യൂസസ് ഓൺലി വെളിച്ചെണ്ണ. പക്ഷേ എനിക്കിവിടെ വെളിച്ചെണ്ണ ഇല്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള എണ്ണ. ഇഷ്ടമുള്ളതല്ല, വീട്ടിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അവൈലബിൾ അത് വെച്ചിട്ടാണ് ഐ ബി ഗോയിങ് വിത്ത്. കെനോല ഓയില ഉള്ളത് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് തിളച്ചിട്ട് വരാം. എന്തായെന്ന് നോക്കാം. തിളച്ചു തുടങ്ങി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ പച്ചമുരിങ്ങയ്ക്കയുടെ ഇതൊക്കെ ആ ഗ്രേവി. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് 4-5 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ നിർത്തുവാണ് ഇവിടെ. ഇനി കൂടുതൽ വേവണ്ട. ഇതിൽ കടുകല്ല, വോട്ട് യു കോൾ ദാറ്റ്, ഉലുവ പൊട്ടിച്ചിടുവാണെങ്കിൽ എണ്ണയുടെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മണവും കാണും. ഇതിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. സോ അപ്പം കടുക് പൊട്ടിച്ചിടണമെങ്കിൽ ഇടാം. ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എടുക്കാം. അപ്പം ഞാൻ ഏതായാലും ഉലുവ ഒന്ന് പൊട്ടിക്കട്ടെ. എടുക്കുവാണ് കേട്ടോ. 2 വറ്റൽമുളക് പിന്നെ ഉലുവ. പാന് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. കുറച്ച് എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം. ഉലുവ ആണെങ്കിലും കടുകാണെങ്കിലും ഇടാൻ. എൻ്റെ സ്ഥിരം സ്വഭാവമാണ്. ഞാൻ ചിലപ്പോൾ നേരത്തെ കയറി ഇടും. ലൈക്ക് ദ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണ ഭയങ്കരമായിട്ട് ചൂടാണെങ്കിൽ ഇവിടെ സ്മോക്ക് വരും. സ്മോക്ക് വന്നു കഴിഞ്ഞാൽ അലാറം അടിക്കും. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പം ഒരു ഇത്രയും ലൈക്ക് 1/4 സ്പൂണിനേക്കാളും കുറച്ച് കുറവ് അത്രയും ഉലുവ പൊട്ടിക്കുക. എന്നിട്ട് ഈ മുളകും കൂടി, കറിവേപ്പില എക്സസ് ഉണ്ടെങ്കിൽ ഇട്ടോളൂ, അല്ലെങ്കിൽ ഇത് ഇത്രയും മതി. മുരിഞ്ഞുപോയി. ഇനി ഇത് നേരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് ഈ പാത്രത്തിൻ്റെ ഇത് അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോഴാണ് ഇതെല്ലാം കറക്റ്റായിട്ട് അതിലേക്ക് ഇറങ്ങുന്നത്. എനിക്ക് തവി എല്ലാം കൂടി കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ മൊബൈലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് ഞാൻ ഇതിലേക്ക് ഈ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എല്ലാം കൂടി ഇപ്പം പോയി തന്നെ. അവിടെ ഇരുന്ന് ആ ചൂടിൽ ഒന്നും കൂടി ഒന്ന് മൺചട്ടിയിലെ ഒന്നും കൂടി തിളച്ചോളും. സോ അപ്പോഴത്തേക്ക് നമ്മുടെ ഉലുവ പൊട്ടിച്ചത് കൊണ്ട് എടുത്ത് ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. ആ സമയം കൊണ്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തോട്ട് നീക്കി വെച്ചിട്ട് ഒന്ന് നമ്മുടെ കൊഞ്ചും മുരിങ്ങക്കോലും ഇട്ട കറി എന്തായെന്ന് നോക്കാം. സോ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതാ ചാറ് ചോറിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇട്ടേക്ക്, അല്ലെങ്കിൽ പിടിക്കത്തില്ല. വെള്ളം പോലെ ഓടി നടക്കും. അമ്മ ഇങ്ങനെ തന്നെ പറയും, പണ്ട് ആൾക്കാർ എണ്ണം കൂടുതലായതുകൊണ്ട് ഇതുപോലെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. 1-2 കൊഞ്ച് കിട്ടിയാലായി, അതിന് വലിയ സന്തോഷമാണ്. ഒരാൾക്കെങ്കിലും ഒരു ഇതുണ്ടല്ലോ എന്നുള്ളത്. ഇപ്പം എല്ലാം നമ്മൾ ഇത്രയും ലാവിഷായിട്ടൊക്കെ ജീവിക്കുന്നത്. പണ്ട് അറിയില്ല, ഓരോ ഫാമിലീസും ഓരോ രീതി. ഇപ്പം നമ്മുടെ ഫാമിലിയുടെ കാര്യം ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അത് പോണ്ട ചോറിൻ്റെ തണുത്ത് പോയാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന പച്ചരിയാണ് കേട്ടോ, സോന മസൂര. അതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് റൈസ്. ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ചെമ്പാരി ഉണ്ട്. വല്ലപ്പോഴും എടുക്കും, ആണ്ടിലൊരിക്കൽ വലിയ സദ്യ ഉണ്ടാക്കണോ അല്ലെങ്കിൽ വല്ല കഞ്ഞി വയ്ക്കണോ, അസുഖം വയ്യാണ്ട് കിടക്കുവാണെങ്കിൽ. സോ യൂഷ്വലി ഈ അരിയാണ്. ഇത് കഴിക്കുമ്പോൾ ചോറ് കഴിച്ചു എന്നൊരു തോന്നൽ. അത് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല.
ടേസ്റ്റിംഗ് ടൈം. നല്ല ആവി പോകുന്നുണ്ടോ? ചൂടോടുകൂടി. ഇനി ഇതിൽ കുറച്ച് ചോറ്, ആ ഒരു കൊഞ്ച്, തക്കാളി കുറച്ചൊന്ന് ഞവിടുക, പച്ചമുളക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് ഒന്ന് ഇറക്കുക. ഇതെല്ലാം കൂടി എടുത്തിട്ട് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഗ്രേവി കുറച്ചും കൂടി തിക്കായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഇത്രയും ലൂസ് വേണ്ടായിരുന്നു. രണ്ടാമത് ആ വെള്ളം ഇടണ്ടായിരുന്നു തോന്നുന്നു. ചാറിൽ ഭയങ്കര എരിവായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എങ്കിൽ രണ്ടും പച്ചമുളകും കൊണ്ട് മറ്റേ ആ ചുവന്ന മുളകിന്റെ പൊടിയില്ലേ അതിൻ്റെയും കൂടി, പിന്നെ മുരിങ്ങയ്ക്ക കൊഞ്ച് കറക്റ്റ് വേവാണ്. ഭയങ്കര റബ്ബറി ആയിട്ടൊന്നും ആയിട്ടില്ല. കറക്റ്റ് ചവയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അതാ ഇത്. മുരിങ്ങയ്ക്ക ഞാൻ ആദ്യമേ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഉപ്പ് ഇട്ട് തിളപ്പിച്ചു. പക്ഷെ അകത്ത് ഉപ്പ് അധികം കയറിയിട്ടില്ല കേട്ടോ. ഈ മുരിങ്ങയ്ക്ക എന്തോ ഏത് കാലത്തെ ഫ്രോസണിൽ കയറിയതാണെന്ന് അറിയില്ല. കടയിൽ നിന്ന് വാങ്ങിച്ചു ഇവിടെ കൊണ്ട് വെക്കും. എപ്പോഴെങ്കിലുമൊക്കെ എല്ലാം യൂസ് ചെയ്യുള്ളൂ. നാട്ടിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് എങ്ങും വെക്കണ്ടല്ലോ. ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ ഒന്നും കയറ്റി വെക്കണ്ടല്ലോ. എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ കയറും. ഇതങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് അവിടെ ഉണ്ടാക്കുന്ന ടേസ്റ്റും ഞാനിപ്പം ആവിഷ്കരിച്ച് വെച്ചത് കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ ഒന്നും ആയിട്ടില്ല, ആ ടേസ്റ്റ് വന്നിട്ടുമില്ല. ബട്ട് സ്റ്റിൽ ഏതാണ്ടൊക്കെ ആ ഒരു ഇത് തന്നെയാണ്. ചിലപ്പോൾ നാട്ടിലിടുന്ന പ്രോഡക്ട്സ് വ്യത്യാസമായിരിക്കും, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയുണ്ടല്ലോ കേട്ടോ. അപ്പൊ ഏതായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നല്ല സാധനങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതുപോലത്തെ ഒരു കൊഞ്ചു കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇനി കാര്യമായിട്ട് അവിടെ പോയിരുന്ന് നന്നായിട്ടിരുന്ന് കഴിക്കണം. പിന്നെ അതുപോലെ ഇന്നലത്തെ നെല്ലിക്ക ആ ജാറ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. സി ഇതും കൂടി എടുത്തിട്ട് ചോണ്ടക്കൂട്ടത്തിൽ കഴിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ശരി, ബൈ.